നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർക്ക് കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ, അതായത് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയുടെ KC-135 എന്ന റീഫ്യൂലിംഗ് വിമാനം അത് ഇറാഖിൽ തകർന്നു വീണു. അതിലുണ്ടായിരുന്ന 6 സൈനികരും കൊല്ലപ്പെട്ടു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്നീട് അമേരിക്കയുടെ തന്നെ സെൻട്രൽ കമാൻഡ് അവർ ഈ ഒരു വാർത്ത ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് തങ്ങളുടെ 6 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അവർ തന്നെ പിന്നീട് സ്ഥിരീകരിച്ചു. ഇറാഖിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ ഒരു വിമാനം തകർന്നു വീണത്. ഇറാഖിൻ്റെ പടിഞ്ഞാറൻ ഭാഗം നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കും. ഇറാഖിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഇറാനെയും ഇറാൻ്റെ ഭൂപടവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അമേരിക്ക പറയുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതായത് എന്തുകൊണ്ട് ഈ ഒരു വിമാനം തകർന്നു വീണു എന്നതിനെക്കുറിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അന്വേഷണം നടക്കുകയാണ് എന്നാണ് അമേരിക്ക ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്ക ഇറാൻ സംഘർഷം ശക്തമായിട്ടുള്ള ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ തകർന്നു വീണിട്ടുള്ള അമേരിക്കയുടെ ഈ ഒരു വിമാനം അത് മറ്റ് ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ, അതായത് ഈ ഇറാനെ ആക്രമിക്കാനായിട്ട് എടുത്ത ഒരു തീരുമാനം, അത്തരമൊരു തീരുമാനത്തിനെതിരെ ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വെസ്റ്റേൺ മീഡിയയിലെല്ലാം തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഇപ്പോൾ അമേരിക്കൻ സൈനികരും മരണപ്പെടുന്നു എന്നുള്ളത് ട്രംപ് സർക്കാരിനെ തീർച്ചയായിട്ടും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകാനായിട്ട് സൈനികപരമായി തന്നെ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. ജനറൽ ഡാൻ കെയ്നർ ആണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ 1-ാം നമ്പർ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ തന്നെ ഒരു സൈനിക, അത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കാനായിട്ട് പ്രയാസം നേരിടുന്നുണ്ട് എന്നും, അതായത് ടാക്റ്റിക്കലി കോംപ്ലക്സ് എൻവയോൺമെൻറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ക്രിസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹവും അമേരിക്കയുടെ തന്നെ എനർജി സെക്രട്ടറിയാണ്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹവും ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇവിടെ. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അമേരിക്കൻ സൈന്യം, അതായത് US സൈന്യം ഇപ്പോൾ കപ്പലുകൾക്കും ടാങ്കറുകൾക്കും സുരക്ഷ നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം അമേരിക്കയുടെ സൈനിക ശേഷിയിൽ വലിയൊരു ഭാഗവും ഇപ്പോൾ ഇറാനുമായിട്ടുള്ളൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെയെങ്കിലും ഇത്തരം ടാങ്കറുകൾക്ക് എസ്കോർട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയും അദ്ദേഹം പറയുന്നത് സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ ഇതേ ക്രിസ് റൈറ്റ് തന്നെ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്കും ടാങ്കറുകൾക്കും എല്ലാം തന്നെ അമേരിക്കൻ സൈന്യം എസ്കോർട്ട് കൊടുക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതിനുശേഷം പിന്നീട് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് വൈറ്റ് ഹൗസും ഇത്തരമൊരു വാദം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യം എസ്കോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയുമാണ് ഇവിടെ അമേരിക്കയിലെ ഈ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ക്രിസ് റൈറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ എസ്പെഷ്യലി ഇറാനുമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്.